ഹായ്, ദിസ് ഇസ് ലിമ. അപ്പൊ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രിസ്മസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിസംബർ എന്ന് പറയുന്നത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മന്ത് ആണ് അല്ലെ. സോ ഇന്ന് നമ്മുടെ കൂടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിട്ട് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഇൻവൈറ്റ് ചെയ്താലോ? നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളും ക്രിസ്മസ് വിഭവങ്ങളൊക്കെ ആയിട്ട് ലെറ്റ്സ് വെൽക്കം അലിൻ ജോസ് പെരേര. ഹായ് അലിൻ, വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് ക്രിസ്മസ് വിശേഷങ്ങളെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ? ക്രിസ്മസ് വിശേഷം നമുക്ക് ഇപ്പൊ 2-3 പ്രൊജക്ട് ഓണാണ്. ക്രിസ്മസ് സാൻഡേ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഓ, സാൻഡേ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെ വീടുകളിൽ അലിൻ ജോസ് പെരേരയെ പ്രതീക്ഷിക്കാം. അങ്ങനെയല്ല, ഒരു കണ്ടന്റ് ആണത്. ഓ, അതൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യാം. വീടുകളിൽ പോയി ചെയ്യുന്ന ഒരു പരിപാടി ആണ്, പക്ഷെ അത് കണ്ടന്റ് ആയിട്ട് നമ്മൾ വേറെ വീടുകളിലാണ് പോകുന്നത്. ഇടക്കൊച്ചിയല്ല വീടുകളിൽ പോകുമ്പോ ഷോപ്പുകളിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം രീതിയിലാണ് ചെയ്യുന്നത്. മൈസാന്റെ മൂവി കണ്ടിട്ടില്ല, അതേ രീതിയിലുള്ള അതിന്റെ ഒരു വേറൊരു റീക്രിയേഷൻ മോഡലാണ്. റീക്രിയേഷൻ ഒന്നുമില്ല, ഇതൊരു കണ്ടന്റ് ആണ്. പിന്നെ അമരൻ ഡോക്ടർ പ്രണയത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് യൂട്യൂബില്. ഷോർട്ട് ഫിലിം ആണ് അല്ലേ? പിന്നെ ഡേവിഡ് ഇപ്പോ ഇറങ്ങാൻ പോകുന്നു ക്രിസ്മസിന്. മൊത്തത്തിലൊരു സെലിബ്രിറ്റി വൈബ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? എങ്ങനെ പോകുന്നു സെലിബ്രിറ്റി ലൈഫ് ഒക്കെ? എങ്ങനെ പോകുന്നു? അത് ഒരുപാട് പോസിറ്റീവ്സും ഉണ്ട്, നേരെ ഓപ്പോസിറ്റും ഉണ്ട്. കൂടുതലും നെഗറ്റീവ്സ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഈ നെഗറ്റീവ്സിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഹാപ്പി ആയിട്ടാണോ നോക്കിക്കാണുന്നത്? നെഗറ്റീവ്സ് ഇപ്പൊ ഞാൻ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, പക്ഷെ മുൻനിരയിലുള്ള പല സിനിമാ നടന്മാർക്ക് പോലും പേജുകളിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ മെയിൻ മഹാനടന്റെ പേജിൽ കമന്റ് ഞാൻ കണ്ടായിരുന്നു. നെഗറ്റീവ് ആണ് കമന്റ്സ് ഇപ്പൊ വന്നത്. ഇപ്പൊ ഒരു വിഷയം പറയുന്നില്ല, പക്ഷെ അങ്ങനത്തെ വിഷയത്തില് നമ്മൾക്കും കമന്റ് വരുന്നു, മറ്റുള്ളവർക്കും ആ ഒരു കമന്റ് വരേണ്ട ആവശ്യമില്ല. ഒരു വിഷയം വരുമ്പോ ആ ഒരു സിനിമയായിട്ട് കാണുക അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ക്രിസ്മസ് വിശേഷങ്ങളിലോട്ട് കടക്കാം. എങ്ങനെയാണ് ചെറുപ്പത്തിലെ ഓർമ്മകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ ക്രിസ്മസിനെ പറ്റി? ചെറുപ്പത്തില് നമ്മള് എങ്ങനെയാണ് ക്രിസ്മസ് എന്താ പറയാ, പപ്പാനി കളിക്കാനും അല്ലെങ്കിൽ ഒരു 3 വർഷം മുന്നേ നമ്മള് കരോളിലൊക്കെ പോയിട്ടുണ്ട്, പപ്പ കളിക്കാനൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോ 3 വർഷത്തിന് ഇപ്പൊ 2022-23 കാലഘട്ടത്തില് ഫെയിമായി വരുന്നൊരു സംഭവം ഉള്ളതുകൊണ്ട് പരിമിതികളുണ്ട്. പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് ചില ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരുന്ന ഒരു പ്രവണതകളും അങ്ങനെയുള്ള ഒരു പ്രവണതകൾ ഉള്ളതുകൊണ്ട് കൂടുതലും നമ്മള് റിസ്ക് എടുത്തായിരിക്കും പോകുന്നത്. ഇപ്രാവശ്യം പിന്നെ ഗ്യാങ് ആയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് നമ്മൾക്ക് മീഡിയ ഫ്രണ്ട്സ്, പിന്നെ കുറച്ച് സൗഹൃദങ്ങളുണ്ട്, മാന്യമായിട്ടുള്ള സൗഹൃദങ്ങൾ. അല്ല, ഫ്രണ്ട്സ് സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞ ആൾക്കാര് തെറ്റിദ്ധരിക്കും, ഗേൾഫ്രണ്ട് ആണ് അല്ലെങ്കിൽ ഇതാണ്. പക്ഷെ സൗഹൃദങ്ങളെ ആ ഒരു രീതിയിൽ കാണും. നമ്മളെപ്പോഴും ഇപ്പൊ മലവാളനെ പോലെ എപ്പോഴും ഒരുപാട് ആൾക്കാരുടെ കൂടെ കറങ്ങണം എന്ന് ആഗ്രഹമുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഫെയിം ഉള്ളതുകൊണ്ട് അങ്ങനെ അടുത്തേക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാർ കൂട്ടി വരുന്നില്ല എപ്പോഴും. പക്ഷെ എങ്കിലും ഒരു 2017 വരെ നമുക്ക് ഒരുപാട് എന്താ പറയാ, വലിയ ഇപ്പോ സെലിബ്രിറ്റീസിന്റെ ഭാര്യ പോലെ നമ്മളിപ്പോ പഠിച്ചാൽ ആരുടെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. കാരണം കൂടുതലും ഗേൾസുമായിട്ടുള്ള സൗഹൃദങ്ങളും തമാശ പറയുകയും ചിരിക്കുകയൊക്കെ ആയിരുന്നു. പക്ഷെ ഫെയിം വന്നപ്പോ ഒരുപാട് മാറി. ഒതുങ്ങിയോ? ഇല്ല, ഫെയിം വന്നപ്പോ കൂടുതലും ആണുങ്ങൾക്കൊപ്പമാണ് സഞ്ചാരം, എന്നെക്കാളും പ്രായമുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റിയുടെ കൂടെയാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. അതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, എന്തൊക്കെയാണ് ഫേവറേറ്റ് ഫുഡ്സ് ഒക്കെ? അതായത് ക്രിസ്മസ് മന്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പലതരം കേക്ക്സ്, വെറൈറ്റി ഫുഡ്സ് ഒക്കെയാണ് അല്ലെ? അപ്പൊ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ഫുഡ്സ് ആണ് അതിന് ഇഷ്ടം? ക്രിസ്മസ് ആയിട്ട് എപ്പോഴും എല്ലാ ദിവസവും കഴിക്കുന്ന ബിരിയാണി. ക്രിസ്മസിന് ബിരിയാണിയാണോ കഴിക്കുന്നത്? ബിരിയാണി, ചിക്കൻ ബിരിയാണി കൂടുതൽ ഇഷ്ടം. അതായത് ഫേവറേറ്റ് ഫുഡ് നിർബന്ധമാണത്. ബാക്കിയുള്ള ദിവസം നിർബന്ധമില്ല, പക്ഷെ ക്രിസ്മസിന് ബിരിയാണി നിർബന്ധമാണ്. പപ്പടം, മുട്ട പുഴുങ്ങിയത്, അങ്ങനെ. ഓക്കെ, അതൊക്കെയാണ്. ഞാനൊരു കാര്യം വിട്ടുപോയി, അലിന് നമ്മുടെ തൊപ്പി കൊടുക്കാൻ വേണ്ടി വിട്ടുപോയി. അപ്പൊ നമുക്കത് കൊടുക്കാം. ഓക്കെ, ക്രിസ്മസ് എന്ന് പറയുമ്പോ കംപ്ലീറ്റ്ലി ഈ തൊപ്പിയും കൂടി വന്നാലേ ക്രിസ്മസിന്റെ ഒരു വൈബ് കിട്ടത്തുള്ളൂ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് കുക്കിങ്ങിലോട്ട്. കുക്കിംഗ് വല്ല ധാരണയുണ്ടോ? അതൊക്കെ ഞാൻ പറയാം. കുക്കിംഗ് വല്ല ധാരണയുണ്ടോ? കുക്ക് ചെയ്യാറുണ്ടോ? നമ്മളൊരു ഫെയിമിൽ വരുന്നതിന് മുന്നേ കുക്ക് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? മുട്ട വറുക്കാറുണ്ട്, പിന്നെ ഇറച്ചിക്കറിയിൽ ഇത്തിരി വാട്ടർ ഒഴിച്ചിട്ട് ചൂടാക്കാറുണ്ട്. എന്നാലും പിന്നെ കുക്കിംഗ് എന്ന് പറയില്ല, അസിസ്റ്റന്റ് എന്ന് പറയും.
അല്ല, ഇടയ്ക്ക് ഇറച്ചിക്കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി പരീക്ഷിക്കാറുണ്ട്. പക്ഷെ വലിയ രുചി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. രുചി ആദ്യം ഉണ്ടാവില്ല, പിന്നെ ഉണ്ടാക്കിയാണ് നമ്മൾ ശീലിക്കുന്നത്. എനിക്ക് എന്റെ ഒരു വിശപ്പിന് ആ ഒരു ടേസ്റ്റ് ഓഫ് വൈബിൽ കഴിച്ചു പോകാം എന്നുള്ളൂ. ഇത് പഠിക്കണം കേട്ടോ, ഓരോന്നൊക്കെ ആൾക്കാരൊക്കെ ഇല്ലേ. കുക്ക് ചെയ്ത് തരണോ? അതല്ല പറഞ്ഞത്, തന്നെപ്പോലെ ആൾക്കാരൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് വരുമ്പോൾ ചിലപ്പോ. അതായത് നമ്മള് കുക്കിംഗ് ഒക്കെ സത്യം പറഞ്ഞാല് ഏതൊരു ബേസിക് നീഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മള് അറിഞ്ഞിരിക്കണം. നമ്മൾ എവിടെ പോയാലും, ഇപ്പൊ അലിൻ ജോസിന് ഉഗാണ്ടയിൽ പോകാനൊരു അവസരം കിട്ടുവാണ്, അല്ല പറയാണ്. അപ്പൊ അവിടെ പോയിട്ട് കുക്കിംഗ് അയ്യോ അറിയില്ല എന്ന് പറയില്ലല്ലോ, എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ അവിടെ നിന്ന് തരുന്ന ചിക്കൻ ആണെങ്കിൽ നമുക്ക് എന്താ പറയാ, നമ്മള് കുട്ടിക്കാലത്ത് മുതലേ ഇപ്പൊ അടുക്കളയിൽ കയറാൻ പാടില്ലെന്ന് ഒരു ചട്ടം ഉണ്ടായിരുന്നു അമ്മൂമ്മയുടെ ഒരു കാലഘട്ടത്തിൽ. അതായത് ആണുങ്ങൾ അടുക്കളയിൽ കയറാൻ പാടില്ല എന്നാണ്, ആരും അടുക്കളയിൽ കയറാൻ അല്ല, പെണ്ണുങ്ങള് മാത്രം നിൽക്കുക, അടുക്കളയിൽ കയറാൻ പാടില്ല, ടി വി കണ്ടോട്ട് കാണാൻ പാടില്ല എന്ന് ചോദിക്കേണ്ട സമയമുണ്ട്. പക്ഷെ എന്നിട്ട് ഞാൻ പരമാവധി അടുക്കളയിൽ കയറാറുണ്ട്. കയറിയതിന്റെ ഒരു സിമ്പിളാണ് ഇവിടെ കയ്യിൽ ഇതുപോലെ ഞങ്ങളുടെ കയ്യിലൊക്കെ ഇഷ്ടമാതിരി പാടൊക്കെ വന്ന് പോയിട്ടുണ്ട്. കുക്കിംഗ് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു സംഭവം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് സ്റ്റൂ ആണ്. എന്ത് സ്റ്റൂ ആണെന്ന് ഗസ് ചെയ്യാവോ? ചിക്കനോട് ഇരിക്കുന്നുണ്ട്, ഓഫ് കോഴ്സ് ചിക്കൻ സ്റ്റൂ ആണെന്ന് മനസ്സിലായി കാണും. അപ്പൊ ചിക്കൻ സ്റ്റൂ നമുക്ക് ഉണ്ടാക്കി നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. അപ്പൊ അതിന്റെ കുക്കിംഗ് സ്കിൽസ് ഒക്കെ നമുക്ക് കാണാം, ഇങ്ങനെയാണ് അലിൻ ചെയ്യുന്നത്. നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഓരോന്നായിട്ട് അലിൻ തന്നെ പറഞ്ഞോളൂ. ഇതെന്താ? ഇത് സവാള. ഓക്കെ, വാട്ട് അബൌട്ട് ദിസ്? ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. ഓക്കെ, ഇതോ? കാഷ്നട്ട് എന്ന് പറയും. കാഷ്നട്ട്. ആൻഡ് ദിസ്? പൊട്ടറ്റോ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്. ഓക്കെ, ഇത് അറിയാലോ, ചിക്കൻ. പിന്നെ നമ്മുടെ ഗരം മസാലയും. ആൻഡ് ദിസ് വൺ? തേങ്ങാപ്പാലിന്റെ മിക്സ്, തേങ്ങാപ്പാൽ പൊടി. നമുക്ക് തേങ്ങാപ്പാല് തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തേങ്ങാപ്പാൽ പൊടി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാം ഒരു തട്ടിക്കൂട്ടാണ്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളത് ഉണ്ടാക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കും. നമ്മളെപ്പോഴും ഇപ്പോ ടിവിയിൽ ഒരുപാട് പ്രോഗ്രാംസ് നടത്തിക്കൊണ്ടിരുന്നുണ്ട്. അപ്പോ അതാണ് നമ്മൾ ഈ ഒരു ഷോ ചെയ്യാനുള്ള ഒരു റീസൺ. കാരണം ആ ഒരു പരിപാടി കാണുമ്പോൾ നമുക്കും അങ്ങനെ ഒരു മെറ്റീരിയൽ ഓൺലൈൻ യുഗമാണല്ലോ അല്ലെ, അതാണ് ഇങ്ങനത്തെ ഒരു പരിപാടി പ്ലാനിങ്. സന്തോഷം, അലിന്റെ ഒരു ഇതല്ലേ. നമുക്ക് ഭാവിയിൽ ഒരു ആനീസ് കിച്ചണായിട്ട് മാറി. താങ്ക് യു. ആനി ചേച്ചി കാണുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, വിളിക്കുക, പുള്ളിയുടെ ഷോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ആനീസ് കിച്ചണിലെ ആനി ചേച്ചി കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അലിനെ ഇൻവൈറ്റ് ചെയ്യുക. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഇൻവൈറ്റ് ചെയ്തോളൂ. ഓക്കെ, അലിന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലത്തെ കുക്കറി ഷോസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഫുഡിയാണ് അല്ലെ, ഫുഡും കഴിക്കുക അത്യാവശ്യത്തെ. ഫുഡിയാണ് നല്ലോണം. സോ നമുക്ക് വൈകിപ്പിക്കണ്ട, നമ്മുടെ കുക്കിങ്ങിലോട്ട് കടക്കാം. ആദ്യം നമ്മള് തീ കത്തിക്കുന്നു. കത്തിച്ചോ? അത് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുക. ഇങ്ങനെ ശരിക്കുക. എല്ലാവർക്കും മനസ്സിലായില്ല, അലിന് തീ കത്തിക്കാൻ അറിയാം. അപ്പൊ പാത്രം വെക്കുക. ഓക്കെ, പാത്രം സിമ്മിലിടാം. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ചൂടാകുമ്പോഴത്തേക്ക് നമ്മള് എണ്ണയ്ക്ക് പകരം നെയ്യാണ് ഇടാൻ പോകുന്നത്. ചൂടായിട്ടില്ല. ചൂടാവുമ്പോ ഇട്ടാ മതി. ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. കള്ളി ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റണം. അപ്പൊ നമ്മുടെ ചട്ടി ഇതേ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ നെയ്യ് ഒഴിക്കാം. ഞാൻ സ്റ്റൂ ഉണ്ടാക്കുമ്പോ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്, എനിക്ക് അതാണ് കൂടുതലും ഇഷ്ടം. എന്റെ അമ്മൂമ്മ ചോദിച്ച സമയത്തും നെയ്യിലൊക്കെ തന്നെ ഉണ്ടാക്കിയിരുന്നു. അമ്മൂമ്മ ആഗ്രസ്പരർ എപ്പോഴും ഉണ്ടാക്കുന്ന വിഭവമായിരുന്നു. ബീഫാണെങ്കിലും ചിക്കൻ സ്റ്റൂ ആണെങ്കിലും. പുള്ളിക്കാർക്ക് നമ്മളിപ്പോ ഒരു നിമിഷം സ്മരിക്കുന്നു. നെയ്യ് ഒഴിച്ചിരിക്കുകയാണ്. അപ്പൊ നെയ്യൊന്ന് ചൂടാകട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മള് പട്ട കറിയാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ പട്ട, ഏലക്ക, ഗ്രാമ്പു അങ്ങനത്തെ ഐറ്റംസ് നമ്മള് ചട്ടിയിലേക്ക് ഇടുകയാണ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഒരു എന്താ പറയാ സ്റ്റൂവിന്റെ സ്റ്റെപ്പ്. സ്റ്റൂ
ഇസ്റ്റു അല്ല, സ്റ്റൂ. സ്റ്റൂ സ്റ്റൂ എന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടിട്ട്. ഇസ്റ്റു എന്ന് പറയാം. അപ്പൊ ദേ നമ്മുടെ തിളച്ച നെയ്യിലേക്ക് നമ്മുടെ പട്ട കറിയാമ്പൂക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കും. ഇപ്പൊ തന്നെ സ്മെല്ല് വരുന്നുണ്ട്. ഏതാ കയ്യിൽ? ഇതാണോ? അല്ലല്ല, ഇതല്ലേ. അപ്പൊ ഇതൊന്ന് സോട്ടായി വരുമ്പോഴേക്കും നമുക്ക് അടുത്തത് സവാള കാണാം. സവാള ഇട്ട് കൊടുക്കാം. പാചകം അത്യാവശ്യം ഭക്ഷണം മനസ്സിലാക്കുന്നില്ല ഉണ്ടല്ലേ. ഡെയിലി കുക്ക് ചെയ്യാറുണ്ടോ? ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യാറുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ കുക്ക് ചെയ്യുമ്പോ കുഴപ്പമില്ല. ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോഴൊക്കെ ചിലപ്പോ. ഈ സെറ്റിലെ ഫുഡ് വെച്ച് വീട്ടിലെ ഫുഡാണ് ഇഷ്ടം? എനിക്ക് വീട്ടിലെ ഫുഡാണ് ഇഷ്ടം. സെറ്റിൽ കുറെ ഫുഡ് ഉണ്ട്. എനിക്കിങ്ങനെ കുറെ ഫുഡിനോട് താല്പര്യമില്ല. മൈൽഡ് ആയിട്ടുള്ള ഫുഡൊക്കെയാണ് ഇഷ്ടം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പുതിയ വർക്കുകൾ അതൊക്കെയാണ് പറയാനുള്ളത്. ഇപ്പൊ ഒരു സീരിയൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ട്രിവാൻഡ്രത്താണത് പുതിയത്. അതിന്റെ ഓഡിഷൻ നടക്കുന്നു. അത് മാത്രമാണ്. മേ ബി ഇതിന്റെ സൗണ്ട് കുറെ കേൾക്കുമായിരിക്കും. കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ചട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ കുക്ക് ചെയ്യാറുണ്ടോ അമ്മ? പിന്നെ ഇതിലല്ലേ പാരമ്പര്യമായിട്ട് കുക്ക് ചെയ്യുന്നത്. ഒരു 5-6 വർഷമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സവാള നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഈ ക്രിസ്മസിനൊക്കെ അമ്മ കുക്ക് ചെയ്യുമ്പോ ഇതുപോലെ അടുത്ത് നിന്ന് സഹായിക്കാറൊക്കെ ഉണ്ടോ? പണ്ട് 2 വർഷമായി തോന്നുന്നു. ഇപ്പൊ സഹായിക്കാറില്ല? ക്രിസ്മസിന് അങ്ങനെ ഞാൻ ഇരിക്കാറില്ല. ഫുൾ പരിപാടിയിലാണ്. ക്രിസ്മസിനൊന്നും വീട്ടിലിരിക്കാറില്ല എന്നാണ് പറയുന്നത്. കറക്കം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊന്ന് വഴണ്ട് വരട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒന്ന് തിളപ്പിക്കാം. അപ്പൊ ഏകദേശം നമ്മളിപ്പോ സെറ്റ് ചെയ്തേക്കണം. നമ്മള് എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആദ്യം ഇട്ടിട്ടുള്ളത്. ആ നെയ്യിലേക്ക് നമ്മൾ ആദ്യം പട്ട, കറിയാമ്പൂ, ഏലക്കൊക്കെ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സവാള, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് വാട്ടി അതിന്റെ മുകളിലേക്ക് ക്യാരറ്റും പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്താ ചെയ്തത്? നെയ്യ് ഇട്ടു. നെയ്യുടെ മുകളിലേക്ക് നമ്മൾ പട്ട, കറിയാമ്പൂ, ഏലക്ക ഇട്ടു. അതിന്റെ മുകളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതിന്റെ മുകളിലേക്ക് നമ്മൾ സവാള ഇട്ടു. അപ്പൊ ഇത് മൂന്നും വഴണ്ട് വന്നപ്പോഴേക്കും ഉപ്പിട്ടിട്ട് അതിന്റെ മുകളിലേക്ക് ക്യാരറ്റും ഉപ്പിട്ടായിരുന്നു. ക്യാരറ്റും പിന്നെ പൊട്ടറ്റോ കൂടി. അത് നല്ല രീതിയിൽ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഏതാത് അതല്ലേ നമ്മൾ ആദ്യം ഇട്ടത് പട്ട, കറിയാമ്പൂ. ഇതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഗരം മസാല. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ നിറപറ യൂസ് ചെയ്യും. നിറപറയുടെ ഒരു ഫ്രീ പ്രൊമോഷൻ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഗരം മസാല എടുക്കുന്നുണ്ട്. അതൊരു 1/2 ടീസ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് ഗരം മസാല കൊണ്ട് വലിയ പണിയില്ല. സോ ഗരം മസാല ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് കിച്ചൺ ട്രഷേഴ്സിന്റെ കിച്ചൺ ട്രഷേഴ്സിന്റെ കുരുമുളക് പൊടി. അത്യാവശ്യം ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ചിലർ പറയും ബുദ്ധിയില്ല. ആരാണ് പറയുന്നത് ബുദ്ധിയില്ലാന്ന്? കമന്റ് ബോക്സിൽ ആൾക്കാരോട് പോവാൻ പറയൂ. നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. വെതറി ഇടാം, നിങ്ങളുടെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഓക്കെ, അപ്പൊ 2 ഇട്ടില്ല. ഇനി നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് ഞാൻ നമ്മുടെ ചിക്കൻ, ഇവിടെ ഓൾറെഡി കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ആണ്. ഏകദേശം ഒരു
വേണ്ട, കൈ കൊണ്ടിട്ടോ. ഏകദേശം നമ്മളൊരു 1 കിലോ ചിക്കനോളം എടുത്തിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണുണ്ട്, കാരണം അത് പതുക്കെ ചെറിയ രീതി കട്ട് ചെയ്തിട്ടാണ് നമ്മള് അത് ചെയ്തിരിക്കുന്നത്. കാരണം സ്റ്റൂ വെക്കുമ്പോ അല്ലെങ്കിൽ സ്റ്റൂ വെക്കുമ്പോ നമ്മള് ചെറിയ പീസാണ്, കുഞ്ഞു പീസാണ്, കുഞ്ഞു പീസാക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അലിന്റെ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞു ചിക്കൻ അല്ലെ? ചിക്കൻ കറി, ചിക്കൻ ബിരിയാണി ഒക്കെ അലിന്റെ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞു. എവിടത്തെ ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം? ഇന്ന ബിരിയാണി ഒന്നുമില്ല, ഏത് ബിരിയാണി വേണമെങ്കിലും കഴിച്ചോളൂ അല്ലെ? അല്ല, നമ്മള് ഓരോ ദിവസം ഷർട്ട് മാറുന്ന പോലെ തന്നെ ഓരോ ബിരിയാണികൾ മാറാറുണ്ട്. ആണോ? അല്ല, ഇത് പറയുമ്പോ ആൾക്കാർ വേറെ രീതി ചിന്തിക്കാം. അത് പ്രശ്നമല്ല, നമ്മള് ഭക്ഷണത്തെ കുറിച്ചും ഡ്രസ്സിനെ കുറിച്ചും മാത്രമേ പറഞ്ഞു. ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ എല്ലാം വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിലേക്ക് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവണം. ചിക്കൻ മാത്രമല്ല, ഈ ക്യാരറ്റും ഈ പൊട്ടറ്റോ ഒക്കെ വേവണം. നമുക്ക് ഈ ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ്സ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ടൈം പറയണ്ട. ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പൊ ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മുടെ ചിക്കനിലോട്ട്. എപ്പോഴും നിങ്ങൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കുക കേട്ടോ, അപ്പോഴേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ മുകളിൽ കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് തിളക്കട്ടെ. മല്ലിയില ഞാൻ സ്റ്റൂൽ ഇടാറില്ല, നിങ്ങൾ ഇടാറുണ്ടോ? ചെറുതായിട്ട് ഇടാറുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ ടേസ്റ്റിലാണ് ആളുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ വിശേഷങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. ക്രിസ്മസ് പറഞ്ഞു, ഇനി എന്താണ് പുതിയ സിനിമ വിശേഷങ്ങളെ കുറിച്ചിട്ട് നമുക്ക്? സിനിമകൾ ഞാൻ പേര് പറയുന്നില്ല, എന്തായാലും ഒരു 3 സിനിമകൾ പുറത്തിറങ്ങാനുണ്ട്. പിന്നെ 1-2 സബ്ജക്റ്റുകൾ കേൾക്കുന്നുണ്ട്. കഥ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് സബ്ജക്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഏപ്രിലോടെ പുതിയ സിനിമകളിലേക്ക് ജോയിൻ ചെയ്യുന്ന എന്റെ ഒരു നിഗമനം. ഏപ്രിലോടെ അപ്പൊ അതിന്റെ പുതിയ സിനിമകൾ നിങ്ങൾക്ക് കാണാം. ഷൂട്ടിംഗ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഈ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോഴേ ആളുകൾ ഇങ്ങനെ കളിയാക്കിയൊക്കെ ചിരിക്കാറുണ്ടോ? അതിന്റെ മനസ്സിൽ വീട്ടിൽ വരുമ്പോ ഒരു വിഷമം പോലെയൊക്കെ ക്രൗഡുള്ള പരിപാടികൾക്ക് അധികം പോവാറ്. അല്ല, ഇൻ കേസ് ആ ഒരു സിറ്റുവേഷനിൽ പോയെന്ന് വിചാരിക്കേ, അപ്പോഴേക്കത് പോയെന്ന് വിചാരിച്ചാൽ നമ്മള് ഡയറക്ടറോട് പറയും നമുക്ക് അങ്ങനെ കഴിഞ്ഞ വർക്കുകൾ ഞാൻ പറയാറുള്ളത്. കഴിഞ്ഞ വർക്കില് ക്രൗഡ് കുറവുള്ള വർക്കുകൾ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ. ഗുലാന്തത്തോടെ ചോലവെസ്ക്കാണെങ്കിലും നല്ലൊരു വർഷം നമുക്ക് ഇറങ്ങാനുണ്ട്. പിന്നെ ഇപ്പോ കമ്മിറ്റ് ചെയ്തവർക്ക് പേരൊന്നും പുറത്തു പറയുന്നില്ല, വലിയ ആൾക്കാരുടെ പടങ്ങളാണ്. അപ്പൊ എന്നാലും പറഞ്ഞിട്ടുണ്ട് ഏപ്രിലൂടെ അത് ചെയ്യണം. എന്തായാലും അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സിനിമ വിശേഷങ്ങൾ മാത്രമല്ല, വിഷസും കൂടി ചെയ്യുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ വിശേഷങ്ങൾ എന്ന് പറയാം. അതായത് കല്യാണം, ബർത്ത്ഡേ വിഷൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണല്ലോ. അത് നമ്മുടെ ഒരു എന്താ പറയാ കരിയറിന്റെ ഒരു പുതിയൊരു ബ്രേക്ക് ത്രൂ ആണ്. കാരണം ആൾക്കാര് പല രീതിയിൽ അത് വ്യാഖ്യാനിക്കും. പക്ഷെ നമുക്കത് പേയ്മെന്റ് രീതിയിലാണ് ചെയ്യുന്നത്. 1000 മുതൽ 3000, 4000, 6000 രൂപ ഞാൻ മേടിച്ചിട്ടുണ്ട് വിശ്വസിന്. അപ്പോ അതൊരു 7000 റുപ്പീസ് വരെ ചില ദിവസങ്ങളിൽ 7000 വരെ ചില വിശ്വസിന് കിട്ടിയിട്ടുണ്ട്. അത് ഗൾഫിലെ ആൾക്കാരെ തോന്നുന്നത് കൂടുതലും. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു ദിവസം ഏണിങ്സ് ഒരു മിനിമം ഒരു 4K മുതൽ ഒരു 13K വരെ ഒരു ദിവസം ഇപ്പൊ കിട്ടുന്നുണ്ട്. മിനിമം 4K ആണ് ഒരു ദിവസം. അപ്പൊ ഈ സ്ത്രീകളുമായിട്ടുള്ള സൗഹൃദമൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആരെങ്കിലും ഒക്കെ പാരയൊക്കെ വെക്കാറുണ്ടോ? സൗഹൃദം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു വർക്കില് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്റിമസി സീനിൽ അഭിനയിച്ചാൽ പോലും നമുക്ക് ക്യാമറ കട്ട് എന്ന് പറയുമ്പോൾ നമ്മള് കഥാപാത്രം വിടുക, ഒരു റിയൽ ക്യാരക്ടറിൽ നിന്ന് സ്വന്തം ക്യാരക്ടറിലേക്ക് വരിക. പമ്പയുടെ ഒരുപാട് റീൽസ് അതിലൊക്കെ ജീവിക്കുകയാണെന്നാണോ അത് അഭിനയിക്കുകയാണെന്നാണോ പറയുന്നത്? അഭിനയിക്കാണ്. അതായത് ആ സീൻസ് ഒക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് അലിൻ ക്യാരക്ടർ വിടുവാണ്. അത് കൂടുതൽ നമ്മൾ ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു പ്രോത്സാഹനം എന്ന് പറഞ്ഞത് ആൾക്കാർ നെഗറ്റീവായിട്ട് ചില വർത്തമാനങ്ങൾ പറയുകയുണ്ടായി. കാരണം ഗേ ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല നമുക്ക് എന്താ പറയാ പ്രേമം തോന്നും, അല്ലെങ്കിൽ നമുക്ക് ഓരോരോ ആക്ടിവിറ്റി തോന്നും. അതൊക്കെ നമുക്ക് എപ്പോഴും ക്യാമറ മുന്നിൽ കാണിക്കേണ്ടല്ലോ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് പലതും ചിലത് നമ്മൾ മറ്റേ ഒരു എന്താ പറയാ ഒരു
വെറൈറ്റിക്ക് വേണ്ടി അത് ആൾക്കാർക്ക് നമ്മൾ ഇത് മാത്രമല്ല നമ്മളൊരു റീക്രിയേഷൻ രീതിയിൽ ആ ഒരു റൊമാൻസ് സീക്വൻസ് അത് ചെയ്യുന്നു മാത്രം. അതില് പ്രായപരിധിയോ ഒന്നും ഒരു ഘടകമല്ല. പക്ഷെ നമ്മള് നമ്മുടെ പ്രായത്തിലെ ആൾക്കാരായിട്ടും നമ്മള് വർക്കുകൾ വരുന്നുണ്ട്. ഇപ്പൊ അത് അടുത്ത ദിവസം ഒരു പെൺകുട്ടിയായിട്ടൊരു വർക്ക് വരുന്നുണ്ട്. 6 വെച്ചാൽ തുടങ്ങുന്ന ഒരു പേര് ഞാൻ പറയുന്നില്ല. 6 ലെറ്ററിലാണ് പേര് തുടങ്ങുന്നത്. അപ്പോ അതിന്റെ 24th ഷൂട്ട്. അപ്പൊ അങ്ങനെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോ ശ്രീലക്ഷ്മിയുടെ വർക്ക് കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെ. ശ്രീലക്ഷ്മി ആയിട്ട് എന്താ വഴക്കുണ്ടോ? കുട്ടി ഒരു കല്യാണത്തിന്റെ റീല് കഴിഞ്ഞാൽ പിന്നീട് നമ്മളോട് വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് പോയി. നമുക്ക് അത് ഇപ്പൊ സംസാരിക്കണ്ട, വെറുതെ താല്പര്യമില്ല. നമ്മുടെ ചിക്കൻ ഇവിടെ സ്റ്റൂ തിളച്ച് വരികയാണ് കേട്ടോ. ഈ സ്റ്റൂ കാണുമ്പോ എന്താണ് ഓർമ്മ വരുന്നത്? സ്റ്റൂ കാണുമ്പോ നമ്മള് ഇപ്പോ സ്റ്റൂ എപ്പോഴും വെക്കുന്നത് എന്റെ അമ്മയായിരുന്നു, ആഗ്നസ് പെരേര. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി നമുക്കൊന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ചിരിപ്പിക്കണ പുള്ളി. ഇടയ്ക്ക് നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മുടെ പൊട്ടറ്റോ ഒക്കെ വെന്തോന്ന് ഇങ്ങനെ ജസ്റ്റ് ഇത് വെച്ച് കണ്ടോ, ഇതൊക്കെ ഒരു കുക്കിംഗ് ട്രിക്കാണ് കണ്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോ. കണ്ടോ ഇപ്പൊ വെന്തിട്ടില്ല, ഒരു ഹാഫ് വെന്തിട്ടുണ്ട്, ബാക്കി കൂടി വേവാനുണ്ട്. ഇതൊക്കെ കണ്ടു പഠിച്ചോളൂട്ടോ. ഞാൻ എന്തൊക്കെയാ ചെയ്തെന്ന് കണ്ടോ ഒന്ന് പറഞ്ഞേ, ചോദിക്കട്ടെ. ഇനി അലിനെ വെച്ചിട്ട് ഇനി നമ്മള് കുക്കിംഗ് ഷോസ് ഒക്കെ നമ്മുടെ എപ്പിസോഡ്സ് ഒക്കെ ഇനി ഒരുപാട് വരാനുണ്ട്. സോ നമ്മൾ എന്തൊക്കെയാ ചെയ്തത് സ്റ്റാർട്ടിങ് മുതൽ പറയൂ. സ്റ്റാർട്ടിങ്ങിൽ നമ്മള് ഗ്യാസ് ഓൺ ചെയ്തു. ഗ്യാസ് ഓൺ ചെയ്യാണ്ട് നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. പാൻ വെച്ചു, നെയ്യിട്ടു, പിന്നെ എന്താ പറയാ സവാള. അതിനു മുന്നേ നമ്മൾ ഒരു സംഭവം ഇട്ടു. പട്ട ഗ്രാമ്പു ഇട്ടു, പിന്നെ സവാള, പച്ചമുളക് സംഭവം ഇട്ടു, പിന്നെ ഉരുളക്കിഴങ്ങ്, ഇങ്ങനെ കുറച്ച് സാധനങ്ങളും. പിന്നെ നമ്മള് എന്താ പറയാ ഗരം മസാല കാര്യങ്ങൾ ഇട്ടു. പിന്നെ അതിനുള്ള കുറച്ച് അറിഞ്ഞിരിക്കണം, കുക്കിംഗ് ഒക്കെ എപ്പോഴും അറിഞ്ഞിരിക്കണം. പെപ്പർ പൊടിയാണ് മെയിനായിട്ടുള്ള ടേസ്റ്റ് വരുന്നത്. ഏറ്റവും കൂടുതൽ മറ്റേ പണ്ട് ബിസിനസ് നടന്ന കുരുമുളക് വിറ്റിട്ടാണ് നമ്മള് ജീവിച്ചു വന്നത്. അത് പെപ്പർ പൊടി എന്ന് കേൾക്കുമ്പോൾ തോന്നുന്നത്. ഫാമിലിന്നുള്ള സപ്പോർട്ടിനെ കുറിച്ച് പറയാമോ? ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാദറും മദറും വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കി പുറത്തുള്ള ആൾക്കാരെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫാദറും മദറും തന്നെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടി നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് പോലെ ലുക്കുള്ളത്. അപ്പൊ ആൻവനീസ് എന്നിട്ട് പേര് പുള്ളിക്കാർത്തി. അപ്പൊ അവരൊക്കെ നമ്മുടെ ഈ ഫെയിം കാണപ്പോ ഫെയിം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മളെ മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ അവരെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ എപ്പോഴും അവരുടെ നമ്മൾ സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ വർക്കുകളിൽ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് പോകുന്നു, അതിൽ വരുന്ന ആർട്ടിസ്റ്റുമായിട്ട് സൗഹൃദം പുലർത്തുന്നു. പിന്നെ ഒരുപാട് ചെറുതും ഒരുപാട് പ്രണയങ്ങൾ നടന്നു പോകുന്നു പലതും. അത് പ്രണയങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ സൈഡിൽ കൂടി ഒരുപാട് എണ്ണാൻ പറ്റില്ല, ഒരുപാട് പ്രണയമുണ്ട്. ഒരു പ്രണയ കാമുകനാണ് എന്റെ കൂടെ. തൽക്കാലം ഇപ്പോ എനിക്ക് ഷോർട്ട് ഫിലിമിനോട് പ്രണയം എന്ന് പറയാം. ആ പ്രണയമാണോ? ഞാൻ അല്ല, അതല്ല, അതുമുണ്ട്. മറ്റുള്ള ലേഡി പ്രണയമുണ്ട്, ഷോർട്ട് ഫിലിം അത് പലതും ചീറ്റിപ്പോണ പ്രണയങ്ങളാണ്. അതൊരു താൽക്കാലികത ഇല്ലാത്തൊരു പ്രണയങ്ങളാണ്. ഫെയിം കൊണ്ട് ഒരുപാട് പേര് പ്രണയിച്ചു പോകും. അതായത് അലിന്റെ ഫെയിം യൂസ് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ എന്നാണ് അലിൻ പറയുന്നത്. അങ്ങനെ അലിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് പൈസ പോയിട്ടുണ്ട്. പൈസ പോയിട്ടുണ്ട്. എങ്ങനെ പൈസ പോകുന്നത്? ഐസ്ക്രീം അടിച്ചു കൊടുക്കുക, ഭക്ഷണം അടിച്ചു കൊടുക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, അലിൻ ജോസിനെ കാണാൻ പോകുന്നവർ ഐസ്ക്രീം ഒന്നും ചോദിക്കരുത്. കാരണം ചിലത് ഇപ്പോ നമ്മള് ചില ട്രാക്കുകൾ പിടിക്കുമ്പോൾ ആദ്യമേ തന്നെ പറയും, വെറുതെ നമ്മളെ പ്രണയിച്ച് പറ്റിക്കാൻ നിൽക്കരുത് എന്ന് ആദ്യമേ ഞാൻ പറയാറുണ്ട്. ഓക്കെ, നമ്മുടെ ചിക്കനും ഏകദേശം ഒക്കെ നല്ല രീതിയിൽ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് നമ്മൾ എന്താ ചേർക്കാൻ പോകുന്നത്? കാഷ്യൂ അരച്ചതാണ് ചേർക്കാൻ പോകുന്നത്. കാഷ്യൂ അരച്ചത് ചേർക്കട്ടെ? നമ്മള് ഇത് ഇട്ടിട്ടില്ലല്ലോ പൊടി. നമുക്കിടാം. ഇനി അത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. നമുക്ക് അപ്പോഴേക്കും തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. ഞാൻ തേങ്ങാപ്പാൽ പൊടിയാണ് വാങ്ങിയിട്ടുള്ളത്.
അപ്പൊ പൊടി വെച്ചാലും സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മള് തേങ്ങാപ്പാലിന്റെ എക്സാക്ട് ടേസ്റ്റ് തന്നെയാണ് ഈ പൊടിക്ക് കിട്ടുന്നത്. യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഞാൻ പൊടി കത്രി കൊണ്ട് കട്ട് ചെയ്യണം. പൊടി ജസ്റ്റ് കുറച്ചെടുത്തിട്ട് ആദ്യം നമുക്ക് മിക്സ് അടിക്കണം. വേണ്ട, നമുക്ക് ആദ്യം ഒന്നാം പാൽ ഉണ്ടാക്കാം. നമ്മള് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും അങ്ങനെ. അപ്പൊ ഒന്നാം പാല് ഇച്ചിരി തിക്ക് കൂടിയതാണ്. ഓക്കെ, നമ്മള് തിക്ക് കുറഞ്ഞ പാലാണ് ആദ്യം ഇടേണ്ടത്. അപ്പൊ അതിൽ തിളച്ച് വന്നിട്ട് തിക്ക് കൂടിയ പാൽ ഇടുമ്പോഴേക്കും നമ്മള് ഗ്യാസ് ഓഫ് ചെയ്തേക്കണം. നമ്മൾ അധികം തിളപ്പിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാലിലേക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്യാം. നമ്മുടെ സ്റ്റൂ ഏകദേശം റെഡിയായി. അപ്പൊ നമ്മള് സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഒന്നാം പാല് ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നാം പാല് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കാൻ പാടില്ലാന്ന്. അപ്പൊ അതേ ഒന്നാം പാല് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെയ്യില് കശുവണ്ടിയും ഇതൊക്കെ ഒന്ന് ചൂടാക്കാം. കശുവണ്ടി ഇല്ലെന്ന് തോന്നണല്ലേ? തീർത്ത്. ഇപ്പൊ കശുവണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മള് വിശേഷങ്ങൾ പറയൂ. അല്ലിന്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ടോ? വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയത് ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തൊരു പ്രണയ സ്റ്റോറി മേഘ ജോസിന്റെ പെണ്ണെന്ന് വർക്ക് വരുന്നുണ്ട്. അപ്പൊ അത് പാരി മീഡിയ വരുന്നത് മേഘ ജോസിന്റെ പെണ്ണ്. പിന്നെ ഇപ്പൊ ചെയ്യുന്ന മറ്റേ അതിന്റെ ഞാൻ കണ്ടു. അത് റീക്രിയേഷൻ ആണോ? അത് റീക്രിയേഷൻ അല്ല, അത് പക്കാ ഒരു 5-6 മിനിറ്റിന്റെ ചെറിയൊരു ഷോർട്ട് ഫിലിമാണ്. അതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഒരു ചേസിങ് രംഗങ്ങളൊക്കെ ഉണ്ട്. അത് അത്യാവശ്യം 2 ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വരുമ്പോ അറിയാം എന്റെ ഔട്ട്. എന്തായാലും ഡിസംബറിൽ ക്രിസ്മസിന് മുന്നേ വരും റിലീസ് ആവും. അതിന്റെ എഡിറ്റിംഗ് വർക്ക് ഞാൻ ഇന്നലെ കണ്ടു. കുഴപ്പമില്ല, വർഷം കണ്ടു. കുഴപ്പമില്ല. ഈ അമരേന്ദ്രൻ പ്രണയത്തിലാണ് അതോ? അതൊരു ഇറങ്ങിയ ഷോർട്ട് ഫിലിമാണ്. അത് 55-56 കയറി വ്യൂസ് യൂട്യൂബിൽ. ഫേസ്ബുക്കിൽ 1 ലക്ഷം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം കയറി. പക്ഷെ അത് അത്യാവശ്യം ആൾക്കാര് ട്രോള് വരാത്ത രീതിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പണ്ടുള്ള ഷോർട്ട് ഫിലിംസ് എന്ന് പറഞ്ഞാൽ ബ്ലഡി നൈറ്റ് ആണെങ്കിലും നേര് ഇറങ്ങിയ സമയത്തൊക്കെ വേറെ ആൾക്കാരാണ് ചെയ്തത്. പക്ഷെ ഈ അമരേന്ദ്രന്റെ ഡോക്ടർ പ്രണയത്തിൽ വന്ന് കമ്പയർട്ട് വർക്ക് ചെയ്തപ്പോ ട്രോളുകൾ കുറഞ്ഞു. ആൾക്കാര് എന്താ പറയാ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി എന്ന് പറയാം വേണമെങ്കിൽ. പുതുതായിട്ട് മാന്യമായിട്ടെ വീഡിയോസ് ഒക്കെ ട്രോളിന്നൊക്കെ മാറി മുന്തിരിയും കിസ്മിസ് ഒക്കെ ഒന്ന് വാട്ടിയിട്ട് ഇതിന്റെ മുകളിലോട്ട് മുന്തിരി ഉണ്ട്, കിസ്മിസും ഉണ്ട്. ഇപ്പൊ ഈ ഇടയിട്ട് റീക്രിയേഷൻ വീഡിയോസ് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റിയിലാണ് കാണുന്നത്. അത് എല്ലാം തന്നെ റീക്രിയേഷൻ അല്ല. ബബ്ബ റീക്രിയേഷൻ ആണ് ലാസ്റ്റ് ചെയ്തത്. പിന്നെ എന്താ പറയാ ഒരു കബീർ പൊന്നമ്മ റീക്രിയേഷൻ ചെയ്തായിരുന്നു. അത് നന്നായിരുന്നു. ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന SI ഡേവിഡ് പിന്നെ മേഘ ജോസിന്റെ പെണ്ണ് 2 പേർക്കൊക്കെ അത്യാവശ്യം ക്വാളിറ്റിക്ക് ക്യാമറയിലും അത്യാവശ്യം എന്താ പറയാ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ക്യാമറമാനും ടെക്നീഷ്യൻസ് ഒക്കെ വർക്ക് ചെയ്തു. ഞാൻ മാത്രമല്ല, ഞാൻ ഈ ഐഡിയാസും ത്രെഡും പറഞ്ഞു കൊടുക്കുന്നു. ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ള ആശിഷ്, ഷാഹിദ്, പിന്നെ കാർത്തി, അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ആദർശ്, അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ടേസ്റ്റ് ചെയ്യണോ? ഊതി ചൂടുണ്ട്. ആരും ചെയ്യാത്ത പരിപാടി പോയി ചെയ്യുന്നു. കയ്യിൽ വെച്ച് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബ്രെഡും ഇവിടെ റെഡിയാണ്. അപ്പൊ ബ്രെഡും സ്റ്റൂവും കഴിക്കാൻ റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, അപ്പൊ ഇനിയും റെഡി അല്ലേ? നമുക്ക് ടേസ്റ്റിംഗ് സെക്ഷനിലോട്ട് കടന്നാലോ? ഓക്കെ, നമ്മുടെ സ്റ്റൂവും ബ്രെഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഗസ്റ്റിന് ആദ്യം കൊടുക്കാം. സെർവ് ചെയ്യട്ടെ. സ്റ്റൂ കാണുമ്പോ അല്ലിനെ ഓർമ്മ വരുന്നത് അല്ലിന്റെ അമ്മുമ്മയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അമ്മുമ്മയുടെ കൈപ്പുണ്യൊക്കെ എനിക്കുണ്ടോന്ന് അറിയില്ല. തനിക്ക് ഞാൻ സർവ് ചെയ്ത് തരാം.
ഡിന്നർ ഡേറ്റിനൊക്കെ പോയിട്ടുണ്ടോ? ഒരുപാട് പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ അത്യാവശ്യം സീരിയൽ നടിമാരൊക്കെ ആയിട്ട് ഡിന്നർ കഴിക്കാൻ പോയിട്ടുണ്ട്. രാത്രി പബ്ബിൽ പോയിട്ടുണ്ട്. പിന്നീടാ പബ്ബിൽ പോയൊക്കെ നമ്മള് കണ്ടു. അപ്പൊ കഴിച്ചോളൂ, ചിക്കൻ വന്നിട്ടില്ല. എങ്ങനെയുണ്ട്? ഫുഡ് ഇഷ്ടായോ? താങ്ക് യു. ഈ പബ്ബിലെ അനുഭവത്തെ കുറിച്ച് പറയാമോ? പറയേ, അതിനെ പറ്റി എന്തൊക്കെ. എവിടെയൊക്കെ പബ്ബിൽ പോയിട്ടുണ്ട്? ബാംഗ്ലൂർ പോയിട്ടുണ്ടല്ലോ. അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? അവിടെ ആളുകൾ തിരിച്ചറിഞ്ഞോ? നമ്മുടെ പിന്നെ ആൾക്കാര് കമ്പടിക്കാൻ വരും, കുഴപ്പമില്ല. പബ്ബിലൊന്നും ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ പബ്ബില് പോകാൻ വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. നിങ്ങളുടെ പാർട്ടിക്കൊക്കെ, അതായത് സോങ്ങിനൊക്കെ പോയിട്ടുണ്ട്. അത് ക്യാരക്ടറല്ലേ. ഇപ്പൊ അലിൻ പറഞ്ഞു, അലിൻ ചെയ്യുന്ന എല്ലാം പബ്ബൊക്കെ അത് റീൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ക്യാരക്ടർ വിട്ടു അല്ലെ? അലിൻ പറയുന്ന അങ്ങനെയാണ്. എന്തായാലും അലിന്റെ കൂടെ നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയതിൽ ഐ എം സോ ലക്കി അല്ലെ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിളിച്ചപ്പോ തന്നെ അലിൻ ഈ ഒരു പരിപാടിക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു. യാതൊരു മടിയും കാണിച്ചില്ല. എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ടാണ് ആള് ഇന്നത്തെ ഈ ഒരു ഷോയ്ക്ക് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ അതൊരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് അല്ലെ. ഞാനൊന്നും പറയാത്തത്. ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം. എരിവ് കുറവാണ്. എരിവ് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. പൊതുവെ എരിവ് കുറച്ചിടുന്ന ഒരാളാണ്. എരിവ് കുറഞ്ഞാലും നമുക്ക് കൂട്ടാൻ പറ്റും, കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി കുരുമുളക് കൂടി വാരിട്ടരട്ടെ? വേണ്ട. അപ്പൊ എന്തായാലും ഞങ്ങള് ബ്രെഡും സ്റ്റൂ ഒക്കെ ആസ്വദിച്ച് കഴിക്കട്ടെ. ഒരു ഷോർട്ട് ബ്രേക്ക് വരാം. അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് മധുരമാവാം. ക്രിസ്മസ് ആണ്. ക്രിസ്മസിന്റെ മധുരം എന്ന് പറയുമ്പോ ഓഫ് കോഴ്സ് എന്തായിരിക്കും? കേക്ക് ആയിരിക്കും. ഓക്കെ ചേട്ടാ, കേക്ക്. യെസ്. അപ്പൊ നമുക്ക് പ്ലം കേക്ക്, ഇത് ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് ഒക്കെ ഉള്ള ഒരു പ്ലം കേക്ക് ആണ്. നമുക്ക് ഓപ്പൺ ചെയ്താലോ? ഞാൻ കൂടുതലും കേട്ടിട്ടുണ്ട് അലിൻ ജോസ് ഒരു മധുരപ്രിയനാണെന്ന്. സത്യമാണോ? വല്ലപ്പോഴും മധുരപ്രിയനാണോ? ഡയറ്റ് ഒക്കെ പ്ലാൻ ഉണ്ടോ ഭാവിയില്? ഡയറ്റ് ചെയ്യാനൊക്കെ നമ്മുടെ ടീമിനോട് പറയാം. ചേട്ടാ കത്രിക വന്നു. താങ്ക് യു. ക്യാരറ്റ് കേക്ക് പുഡിംഗ് ആണ്. ഇത് ക്യാരറ്റ് കേക്ക് പുഡിംഗ് ആണ് കേട്ടോ. പലരും ഇതിൽ നിന്നൊരു പീസ് എടുത്തോളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ് കേക്ക് കേട്ടോ. അതിന് ഇഷ്ടമാണോ? ഈ ക്രിസ്മസിനൊക്കെ കേക്ക്സ് ഒക്കെ ഒരുപാട് കിട്ടാറുണ്ടോ? ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഇപ്പൊ കിട്ടാറില്ല. പിന്നെ വലിയ രീതിയിൽ വില കുറവുള്ള കേക്കുള്ളപ്പോ പിന്നെ അതിന്റെ പുറകെ പോകേണ്ട ആവശ്യം. വൈൻ കുടിക്കോ? നമുക്ക് വൈനുണ്ട്. എടുക്കട്ടെ ഒരു ഗ്ലാസ്? ഈ കേക്കിന്റെ കൂടെ കുറച്ച് മധുരമാവാം. നമുക്ക് വൈൻ കൂടി കുടിക്കാം. ഇതൊരു സ്പെഷ്യൽ വൈനാണ്. വൈനൊക്കെ കുടിക്കുന്ന ആളല്ലേ? ഇനി ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴേക്കും ഫിറ്റായി വീഴോ? ഇല്ല. അപ്പൊ വൈൻ ഒഴിക്കട്ടെ. കുഞ്ഞു ഗ്ലാസ്സിൽ ഒഴിക്കാം. ഓക്കെ, കുടിക്കുന്ന ചിയേഴ്സ്. ആദ്യം തന്നെ വൈൻ കുടിക്കാട്ടോ നമ്മുടെ ഗസ്റ്റ്.
നമുക്കൊരു പാട്ടോട് കൂടി വൈൻ കുടിക്കാം. പഠിക്കാം. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തായാലും അലിന് എവിടെ പോയാലും പാട്ടൊക്കെ പാടാറുണ്ട്. സോ ക്രിസ്മസ് എനിക്ക് ഇതിലേക്ക് കിട്ടില്ല, നമുക്ക് വേറെ ആംബിയൻസിലേക്ക് ആ ട്രീ ആംബിയൻസിൽ ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോ ഈ ആംബിയൻസിൽ ചെയ്യാൻ പറ്റിയൊരു പാട്ട് പാടാം. ദിലീപന്റെ ഒരു സോങ്. ഓക്കെ, പഠിക്കാം. കണ്ണും 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 കാട്ടി വെച്ചതെല്ലാം കട്ടെടുത്ത ചെല്ലക്കുറുമ്പി. സൗണ്ട് കേട്ടെ. അത് ബീജിയം. എന്താ കൂട്ടിയ പാടട്ടെ. നന്നാനേ താനേ താനേ നാനേനാ നീരനന്നവനും പരനന്നവനും ഓഹോ ഓഹോ. ഏതോടത്തിലെ പാട്ടാണ് ഇത്? ഇൻസ്പെക്ടർ ബിൽറാമല്ല, ഇൻസ്പെക്ടർ ഗരുഡൻ. കൊള്ളാം. വലിയ സ്വീറ്റ് ഇല്ല കേട്ടോ, ഒരു മൈൽഡ് ആയിട്ടുള്ള സ്വീറ്റ് ആണ്. ആൻഡ് ഓൾസോ ടേസ്റ്റ് വൈസ് നല്ല. ഇക്കായി ഇവിടെ നിന്ന് ആരെങ്കിലും എടുത്തോണ്ട് പോണം. ഇങ്ങനെ ഇക്കായോ? എന്നെ എത്ര എണ്ണം കാണുന്നുണ്ട്? എന്നെ 2 എണ്ണം കാണുന്നുണ്ടോ? 4 എണ്ണം കാണുന്നുണ്ടോ? മദ്യപിക്കുന്ന ആളാണോ? മദ്യപിക്കുന്ന ആളാണോ? മദ്യം സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ? അതൊന്നും അല്ല. ചില്ലാണ്. പക്ഷെ അതൊന്നുമില്ല, പക്ഷെ ചില്ലാണ്. ജോസിന് ഒരു ഇത്തിരി വൈനും കൊടുത്തുള്ളൂ, അപ്പോഴേക്കും ഇവിടെ ആള് ഫിറ്റ് ആയി വീഴാൻ പോകുന്ന തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ആൾക്ക് ക്രിസ്മസ് വൈബ് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. സോ നമുക്ക് ആ സൈഡ് പോയിട്ട് ക്രിസ്മസ് ഗാനങ്ങൾ ആലപിക്കാം. സോ ലെറ്റ്സ് ഗോ. ഓക്കെ അല്ലേ? നടക്കില്ലേ? ഓക്കെ അല്ലേ?